ഹലോ, വെൽക്കം ടു ബയോ തോട്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ 9th ക്ലാസ് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുള്ള പോർഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് നോക്കുന്നത്. ദഹനവും പോഷക സംഹരണവും എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിടുക. ഈ ഷീറ്റിൽ വരുന്നത് 26ാമത്തെ ഷീറ്റിൽ ഈ പേജ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കുക. ഈ പേജിൽ വരുന്ന പോർഷനിൽ വരുന്നത് ഏതൊക്കെയാണ് യെസ്, ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ, പിന്നെ ദേ ഇവിടെ പോഷക ഘടകങ്ങൾ എന്നൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ധർമ്മം, പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിനും ഭക്ഷണത്തിൽ നാരുകളും ജലവും എന്നിവ പുറമെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതങ്ങളിൽ ലഭിക്കുന്ന ഭക്ഷണവും സമീകൃത ആഹാരം എന്ന് പറയും. അപ്പോൾ എന്താണ് സമീകൃത ആഹാരം? പിന്നെ നമ്മൾ ഈ ടേബിളിൽ തന്നെ ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെന്താണ് അതോടൊപ്പം തന്നെ യെസ്, അതിൻ്റെ ധർമ്മം എന്താണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ആ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നോക്കൂ, ഫുഡ് പ്ലേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും പയറുവർഗ്ഗങ്ങളും മാംസം എന്നിവയാണ് ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലെ പച്ചക്കറികളിൽ ധാരാളം വിറ്റാമിനും ധാതുക്കളും മറ്റും പോഷക ഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. പിന്നെ ഫുഡ് പ്ലേറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളത് തന്നെയാണ് അടുത്ത ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് എന്താണ്? അമീബയുടെയും ഹൈഡ്രയുടെയും ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കോശാന്തരിക ദഹനവും ബാഹ്യ ദഹനവും എന്താണ് നോക്കുക. കോശബാഹ്യ ദഹനത്തിന് മനുഷ്യരൊരു ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യരിലത് കാണുന്നുണ്ട്. പിന്നെന്താണ്, അതാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി വയ്ക്കുക, ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയത് കണ്ടുല്ലോ. എൻ്റെ പേന ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് പോവും. അതുകൊണ്ട് ഞാൻ പെൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വരുന്നില്ല. നിങ്ങളല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വായ, മെക്കാനിക്കൽ ഡൈജഷൻ, യാന്ത്രിക ദഹനം. അതിൽ വായ, അതിൽ പല്ലുകളുണ്ട്, അതിൻ്റെ പിന്നെ നാക്കിൻ്റെ ഉപയോഗം, ഉമിനീരിൻ്റെ ഉപയോഗം, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ നോക്കുക. പിന്നെ ആമാശയം, സ്റ്റൊമക്ക്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് ആ പാരഗ്രാഫ് അടയാളപ്പെടുത്തിയിടുക. പിന്നെന്താണ് അടുത്ത ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് നോക്കുക. യാന്ത്രിക ദഹനത്തിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കറക്റ്റ് ഓർഡർ ഞാൻ കണ്ടോ, 1, 2, 3, 4. അതായത് 1 എന്താണ് മൗത്ത്, അത് വായ, 2 എന്താണ് അന്നനാളം, അതിൻ്റെ പോണ ഓർഡറാണ്. പിന്നെന്താണ് 3 ആമാശയം, 4 കരൾ, 5 പാൻക്രിയാസ്, പിന്നെ ചെറുകുടൽ, വൻകുടൽ. ഇതാണ് അതിൻ്റെ പാത്ത് വേ ഫുഡ് പോകുന്നതിൻ്റെ. പിന്നെന്താണ് ഇതിൽ വായ, മൗത്ത്, അതിൻ്റെ ബോക്സ് വൃത്തിയിൽ പഠിക്കുക നിങ്ങൾ. പിന്നെ ആമാശയത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, ചെറുകുടൽ, വൻകുടൽ, അതൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ഈ ടെസ്റ്റ് പേപ്പറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത് കേട്ടോ. ഇനി പോഷകങ്ങളുടെ ആഗിരണം എങ്ങനെയാണ്, അതിന് വില്ലസ് സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉൾബുദ്ധിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ആ പാരഗ്രാഫ് അടയാളപ്പെടുത്തിയിടുക. പിന്നെ വില്ലസിൻ്റെ ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ, പിന്നെ രക്തലോമികൾ, അതിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ, ലാക്റ്റിയൽ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഫർ ചെയ്യാം. പിന്നെന്താണ് വരുന്നത്, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഭാഗം ടെസ്റ്റ് പേപ്പർ സീരീസ് മൺഡേ ആണ്. എല്ലാവരും പഠിച്ചു വരണം. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഹാർട്ട് ബീറ്റിൻ്റെ കാര്യത്തിലേക്കാണ്. ഹാർട്ട് ബീറ്റിൻ്റെ ഈ സൈക്കിള്, പിന്നെ എത്ര സെക്കൻഡ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. സമയം ഒരു സൈക്കിൾ പൂർത്തിയാക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ അടയാളപ്പെടുത്തിക്കണം, മഞ്ഞ കളറുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അതേപോലെ അടയാളപ്പെടുത്തിയിടുക. പിന്നെ പൾസ് എന്താണെന്നുള്ളതാണ് അടയാളപ്പെടുത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, ഈ ടേബിൾ വൃത്തിയിൽ പഠിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നോർമൽ രക്തസമ്മർദ്ദം ഒരാളുടെ എത്രയാണെന്നുള്ളതിൻ്റെ 120/80 mmHg, അത് അടയാളപ്പെടുത്തിയത് പഠിക്കുക. പിന്നെ അടുത്തത് നിങ്ങൾക്ക് വരുന്ന
ടെസ്റ്റ് പേപ്പറിൻ്റെ പോയിന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഹൃദയാരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് അതിൻ്റെ വ്യായാമക്കുറവ് വരുമ്പോൾ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ വരാം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പുകവലി, അതേമാതിരി മദ്യപാനം, ഇതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി എങ്ങനെ അത് സംരക്ഷിക്കാം എന്നുള്ളത്, ആരോഗ്യകരമായ ഭക്ഷണശീലം, മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക, BMI അനുസരിച്ച് ശരീരഭാരം ക്രമീകരിക്കൽ, വ്യായാമം, മാനസിക പിരിമുറുക്കം ലഘൂകരിക്കൽ, ഇതൊക്കെ എഴുതി വയ്ക്കുക. പിന്നെന്താണ് ആർത്രോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് എന്താണ്? ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് അതെറോസ്ക്ലീറോസിസ് അതിന് കാരണമാകുന്നു. പിന്നെന്താണ്? അതേമാതിരി തന്നെ കൊറോണറി ത്രോംബോസിസ്, അതെന്താണ്? ഇത് ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ടപ്പിടിച്ച് കൊറോണറി ത്രോംബോസിസിന് കാരണമാകുന്നു. ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നു അല്ലെ, ഹൃദയാഘാതത്തിലേക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജലം, ലവണങ്ങൾ, അതാരാണ്? സൈലമാണ് ഇതാക്കുന്നത്. പിന്നെ ഫ്ലോയത്തിൻ്റെ ഇതെന്താണ്? അത് ഫുഡിൻ്റെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ പടത്തിൽ ട്രക്കിയേഡ്, വെസല്, സൈലത്തിൻ്റെ അടയാളപ്പെടുത്താൻ അറിയണം. ഫ്ലോയത്തിൽ സീവ് നാളി, സഹകോശം, ഇത് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് കിട്ടണം. പിന്നെ ഈ ഒരു 2 ബോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ജലസംവഹനം ചെയ്യുന്ന സൈലത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ അതിൽ വരുന്ന സസ്യസ്വേദനത്തിൻ്റെ പ്രക്രിയ, ആ ഒരു ഭാഗം, പിന്നെന്താണ് അതുവഴി ജലം പുറത്തേക്ക് പോകുന്നതും, പിന്നെ ഇതേപോലെ തന്നെ ആഹാര സംവഹനം, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇലകളിൽ നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസ്. പിന്നെ സൂക്രോസ് വഴി സൂക്രോസായിട്ട് അതിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാനുണ്ട്. അപ്പോൾ എന്താണ്? സീവ് നാളികളിലൂടെയാണ് സൂക്രോസ് ഇങ്ങനെ പോകുന്നത്. ജലം അവിടേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ പ്രഷറിൽ അതങ്ങനെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എന്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എല്ലാവരും പഠിച്ചു വരിക. ടെക്സ്റ്റിൽ ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോർഷൻസ് എളുപ്പമായിരിക്കും പരീക്ഷയ്ക്ക്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.